സ്വീകരിച്ചിടുവാൻ ദിവ്യകാരുണ്യമാമിന്നീശുനാഥനേ ആദ്യമായ ആത്മാവിൽ സ്വീകരിച്ചിടുവാൻ ഹൃദയമൊരുക്കി അനുദപിച്ച് ആദരവ്
ഒന്നാം വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. മരുഭൂമിയിൽ വച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനും എതിരായി പിറുപിറുത്തു. ഇസ്രായേൽക്കാരോട് അവർ പറഞ്ഞു, ഈജിപ്തിലെ ഇറച്ചിപ്പാത്രത്തിൽ നടുത്തിരുന്ന തൃപ്തിയാവളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനും പട്ടിണിയിട്ടു കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തു നിന്ന് അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ള ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എൻ്റെ നിയമം അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും. ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായംകാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി. രാവിലെ പാളയത്തിന് ചുറ്റും മഞ്ഞ് വീണ് കിടന്നിരുന്നു. മഞ്ഞ് ഉരുകിപ്പോയപ്പോൾ
മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാര് ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവരറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. സ്വച്ഛതയാർന്നോരുറവിങ്കലേക്ക് അവൻ എന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. ൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. ഉന്നതനെന്നോടും കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ആശ്വാസം തൻ വടിമേൽ. ഉന്നതനെന്നോടും കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ആശ്വാസം തൻ വടിമേൽ. യഹോവയാം ദൈവമേ, അവൻ ഒരുക്കിടുന്നു. എന്നുടെ വൈരികൾ നടുവേ എനിക്കൊരു വിരുന്നവൻ ഒരുക്കിടുന്നു. എന്നുടെ വൈരികൾ നടുവേ ശിരസിനെ എന്നും തൃക്കൈകളാൽ അഭിഷേകം ചെയ്യുന്നു. എന്നുടെ പാനപാത്രമെന്നെന്നും നിറഞ്ഞിടുന്നുന്നതൻ കരുണയാലേ. നന്മയും കരുണയും എന്നായുസ്സിൽ പിന്തുടർന്നിടുന്നു അനുദിനവും. നന്മയും കരുണയും എന്നായുസ്സിൽ പിന്തുടർന്നിടുന്നു അനുദിനവും. യഹോവനാലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമാ. യഹോവനാലയത്തിൽ
രണ്ടാം വായന. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭാരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കെടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവനെ പ്രത്യേകമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദരിദ്രർക്ക് സന്തോഷവാർത്ത അറിയിക്കുവാനും ബന്ദികളായവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനും കർത്താവ് എന്നെ അയച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിപാവനം പാവനം പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം മനസ്സു നിറയും സുവിശേഷം പരിപാവനം സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. പെസഹാബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക, ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും, അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവർ കാണിച്ചു തരും, അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി. അവൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുൾ ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്.
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. Lord, we pray for the wisdom for Holy Father Pope Francis, our Bishop Blaise, priests and religious deacons, sisters and brothers, especially Father John Gabriel, who leads this Mass. Grant them wisdom, understanding, and strength. They need to follow in the footsteps of Jesus. Inspire their vision of your kingdom. Give them the words they need to spread the ministry. Help them to become instruments of your divine grace through Jesus Christ, who lives and reigns in our eternal peace. Let us pray to the Lord. Lord, hear us. Godparents, siblings, grandparents, relatives, and friends. May they enjoy the gift of faith, joy, peace, as well as good health. Let us pray to the Lord. Those who live out with food, shelter, and for the children around the world, who lack basic needs, especially those suffering due war. May they always feel God's protections and love. Let us pray to the Lord. May God bless them and bestow upon them the gift they need for happiness and salvation. Let us pray to the Lord. Lord, we pray for Hannah. Today she is going to receive Jesus at the first time. We ask that you would guide her to the right path, lead in the ways of righteousness, truth, and bless in every aspect. May your Holy Spirit be at her constant companion, illuminating her mind and heart with your wisdom and understanding. Let us pray to the Lord. Departed souls, eternal rest grant unto them. Let perpetual light shine upon them. May their souls and the souls of all the faithful departed, through the mercy of God, rest in peace. We humbly entrust our family members, brothers and sisters. In this life you embrace them with your tender love. Deliver them now from every evil and bid them eternal rest. Let us praise the Lord. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ അഭയവും സംഗീതവുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. എന്തെന്നാൽ കാരുണ്യത്തിൻ്റെ ഉടയവൻ അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്നത് ഫലപ്രദമായി ഞങ്ങൾക്ക് സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവും നമ്മെ ഇന്നത്തെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നാൾ മുതൽ